ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്കത് ഒട്ടും ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ നല്ല ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. കാരണം ഒരുപക്ഷെ സാമ്പാറിൻ്റെ നല്ലൊരു സാമ്പാർ പൗഡർ ഉപയോഗിച്ച് സാമ്പാർ കഴിക്കാത്തതുകൊണ്ടായിരിക്കാം ഒരു ഇഷ്ടക്കേട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് നല്ല മണം, വീട് മൊത്തം മണം പരത്തുന്ന ഒരു അടിപൊളി സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള പൗഡർ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് യാതൊരു മായവും ചേർക്കാണ്ട് 6-7 മാസം നമുക്കത് സ്റ്റോർ ചെയ്തും വെക്കാം. ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Welcome to Nuba's Yummy Recipes. Subscribe to Nuba's Yummy Recipes. ഇതിനായിട്ട് ഞാൻ ആദ്യം നിങ്ങളെ ടീസ്പൂണും ടേബിൾ സ്പൂണും പരിചയപ്പെടുത്താണ്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ സ്പൂൺ വീട്ടിലുണ്ടാവും. ചെറുതിന് ടീസ്പൂണും വലുത് ടേബിൾ സ്പൂണും, ഇല്ലെങ്കിൽ സാധാരണ ഇതുപോലത്തെ സ്റ്റീലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവ് കറക്റ്റായിരിക്കണം പൊടി ഉണ്ടാക്കുന്ന സമയത്ത്. ആദ്യം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 15 വറ്റൽ മുളക് ചൂടാക്കി എടുക്കാം. കാശ്മീരി മുളകാവുന്ന സമയത്ത് ഞാൻ 15 എടുത്തു. സാധാരണ മുളക് എടുക്കുകയാണെങ്കിൽ ഒരു 13 അല്ലെങ്കിൽ 12 എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഞാൻ ഒരു 1 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയെടുത്തത്. ഇനി ഇതിലോട്ട് അടുത്തത് കുരുമുളക് ചൂടാക്കിയെടുക്കണം. കുരുമുളക് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കിയാൽ മതിയാവും. ഇനി അടുത്ത ഇതിലോട്ട് പരിപ്പാണ്, തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ്. ഇത് ഞാൻ മണം ഒന്ന് വ്യത്യാസം വരുന്നവരെ ചൂടാക്കിയാൽ മതി. നിങ്ങൾക്കൊരു പ്രത്യേക മണം കിട്ടും. അതുവരെ ചൂടാക്കിയെടുക്കാം. ഒരു 45 സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കിയിട്ട് അത് നമുക്ക് ആ പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തത് കടലപ്പരിപ്പും തുവരപ്പരിപ്പും 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് 1 ടീസ്പൂൺ. അപ്പോൾ ഇതും ചൂടായി വന്നിട്ടുണ്ട്. അത് ഒരു പാനിലോട്ട് മാറ്റാം. പരിപ്പ് എല്ലാം തന്നെ മണം വ്യത്യാസം വരുന്നത് ചൂടാക്കിയാൽ മതി. അടുത്തത് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. മല്ലി 6 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മല്ലി 6 ടേബിൾ സ്പൂൺ നന്നായി ചൂടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്കതിന് ഒരു മണവ്യത്യാസവും വരും, ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറായി വരും. ആ സമയത്ത് അത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഏകദേശം 1.5 മിനിറ്റ് നേരത്തേക്ക് മല്ലി ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. ഇനി അടുത്ത് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉഴുന്ന് 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അത് ഇതേപോലെ ചൂടാക്കി നല്ല മണം ഉണ്ടാവും ഉഴുന്ന് ചൂടാക്കുമ്പോൾ. അത് നമുക്കെടുക്കാം. ഇനി അടുത്തത് ഇതിലോട്ട് അരി, സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ വെക്കുന്ന അരി, ഇവിടെ പൊന്നി അരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് 2 ടീസ്പൂണോ നല്ല കട്ടി, സാമ്പാർ പൊടിക്ക് നല്ല കട്ടി കൊടുക്കാനും സാമ്പാർ നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. അരി നിങ്ങളൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ചൂടാക്കേണ്ടി വരും. എന്നിട്ട് അരി ചൂടാക്കിയിട്ട് അതും ഇതേപോലെ പാനിലോട്ട് നമുക്ക് മാറ്റാം. ഇനി അടുത്ത് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകത്തിൻ്റെ മണം അത്യാവശ്യം ഇഷ്ടമുള്ളതാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് ജീരകം ചൂടാക്കിയാൽ മതി. കാരണം നമ്മുടെ പാൻ നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അത് പൊട്ടുന്നത് വരെ നിങ്ങളത് ചൂടാക്കാം. ഏകദേശം ഒരു 45 സെക്കൻഡ് നേരത്തേക്ക് കടുക് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ വീഡിയോയിൽ നോക്കൂ, ആ കടുക് പൊട്ടിത്തെറിക്കുന്നത് കാണാം. അപ്പോൾ ഇനി ഇത് നമ്മുടെ പാനിലോട്ട് നമുക്ക് എടുക്കാം. 45 സെക്കൻഡ് നേരത്തേക്കാണ് കടുക് ചൂടാക്കിയത്. ഓരോ ഇൻഗ്രീഡിയൻസ് എത്രയാണെന്നും എത്ര നേരത്തേക്ക് ചൂടാക്കണമെന്നും ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് സബ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും പിന്നെ കല്ലുപ്പ്, ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കിയാൽ മതിയാകും. ഉലുവ 1 ടീസ്പൂണ് ഇല്ല, 3/4 ടീസ്പൂണേ ഉള്ളൂ. ഉപ്പ് 1 സ്പൂണ്, 1 ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം ചൂടാക്കുകയാണെങ്കിൽ അതിന് സാമ്പാർ പൊടിക്ക് കയ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പാനിലോട്ട് എടുത്തു. ഇനി നമുക്കെടുത്തത് ഇതിന് നല്ല മണം കൊടുക്കുന്ന നമ്മുടെ കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില 2 കൊത്ത് ഞാനിവിടെ ചൂടാക്കുകയാണ്. ഇത് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യരുത്, അത് അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വിടുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ അറിയാം ആ കറിവേപ്പില ഫ്രൈ ആയി വരുന്നുണ്ടാവും. അപ്പോൾ ഫ്രൈ ആയി വരുന്ന കറിവേപ്പില ഏകദേശം ഒരു 30-40 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഫ്രൈ ആയി ഇങ്ങനെ മുരിഞ്ഞു വരും. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് കൊടുക്കാം.
1 മിനിറ്റ് ധാരാളം കറിവേപ്പില ചൂടാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം തന്നെ ഒന്ന് ചൂട് ആറാനായിട്ട് അനുവദിക്കാം. ഇപ്പം തന്നെ പൊടിച്ചെടുക്കാൻ പാടില്ല, ചൂട് നല്ലോണം പോണം. പെട്ടെന്ന് ചൂടൊന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് ഒരു നല്ല ക്ലീൻ പേപ്പറിൽ നമുക്കൊന്ന് പരത്തി വെക്കാം. അധികം നേരമൊന്നും എടുക്കില്ല, ചൂടാറി കിട്ടും. ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ മതിയാവും. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് എടുക്കാം. വലിയ മിക്സി ജാറിലോട്ട് എടുക്കാം, അത്യാവശ്യം കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്പീഡിൽ ഒരു 3 വട്ടം തിരിക്കുക. അതിനുശേഷം ഫുൾ സ്പീഡിൽ പൊടിച്ചെടുക്കുക. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഫുൾ സ്പീഡിൽ പൊടിച്ചെടുക്കുക. ഇനി ഇതിന് സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കാനായിട്ട് കായപ്പൊടി 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി 1/2 സ്പൂണും ചേർത്ത് കൊടുത്ത് ഞാൻ വീണ്ടും പൊടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ കിടിലൻ സാമ്പാർ പൊടി റെഡിയായി. ഇപ്പം തന്നെ നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. ഒരു ക്ലീൻ പേപ്പറിലോട്ട് ഒന്ന് വിരിച്ച് നന്നായി പരത്തി വെക്കുക. അതിൻ്റെ ചൂടെല്ലാം മാക്സിമം പോട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു കണ്ടെയ്നറിലോട്ട് എടുത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം കുറച്ചായിട്ട് നിങ്ങൾ വീട്ടിൽ പൊടിച്ച് വെക്കാം. 6-7 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഒരു 4-5 മാസം കഴിയുമ്പോൾ എൻ്റെ ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആവശ്യാനുസരണം കുറച്ച് പൊടിച്ച് വെച്ചാൽ മതിയാവും. പിന്നെ അപ്പോൾ സാമ്പാർ ഹോസ്റ്റൽ ലൈഫിലൊക്കെ സാമ്പാറൊക്കെ കഴിച്ച് വെറുത്തവർക്കൊക്കെ ഈ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് സാമ്പാർ ഒന്ന് നിങ്ങൾ വെച്ച് കഴിച്ച് നോക്കും. ഉറപ്പായിട്ട് ഇഷ്ടമാവും, നല്ല മണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് എല്ലാവരും ചോദിക്കും എന്താണ് സാമ്പാറിൽ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ ഇത്തരത്തിലുള്ള പൗഡർ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ചെട്ടിനാട് മസാല, ഗരം മസാല, രസം പൗഡറൊക്കെ കാണാത്തവരെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.